വെൽക്കം ഫ്രണ്ട്സ്, നമുക്ക് നിഫ്റ്റി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം. നിഫ്റ്റി എങ്ങോട്ടാണ് പോണത് എന്നൊന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈനും സപ്പോർട്ടും റെസിസ്റ്റൻ്റ് ലൈൻസും വരച്ച് നോക്കാം. ആദ്യമായിട്ട് ഇത് ഡെയിലി ചാർട്ടാണ് നിഫ്റ്റിയുടെ. ഗ്രാഫ് ഒന്ന് വലുതാക്കി നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻ്റ് ലൈൻ ഓക്കെ, നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻ്റ് ലൈൻ വരച്ചു 10,986. അത് കറക്റ്റായിരിക്കില്ല, നമ്മൾ നന്നായിട്ട് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചാണ് 10,986. ആ ഒരു റേഞ്ചാണ് 10,990, 10,980 ആവാം. ഓക്കെ, എനിവേ ഇതാണ് നിഫ്റ്റിയുടെ കുറേ നാളത്തെ, കുറച്ച് മാസങ്ങളായിട്ടുള്ള മേജർ റെസിസ്റ്റൻ്റ് ലൈൻ. ഇനി നിഫ്റ്റിയുടെ കഴിഞ്ഞു പോയ ട്രെൻഡ് ലൈൻ വരയ്ക്കണം. നിഫ്റ്റിയുടെ ലോയാണ്, വളരെ നാളത്തെ ഒരു ലോയാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ലോ, മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ലോ ചേർത്ത് നമ്മൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ഇവിടെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തത് ശരിക്കും ബ്രേക്ക് ചെയ്തതല്ല. കാരണം ആ ദിവസം ഓപ്പണിങ് ട്രെൻഡ് ലൈനിന് താഴെയായിരുന്നു. ട്രെൻഡ് ലൈനിന് താഴെ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നിഫ്റ്റി വളരെ ഫാസ്റ്റായിട്ട് ആ ദിവസം വളരെ വലിയൊരു മൂവ്മെൻറ്റ് നടത്തി. അടുത്ത ദിവസവും വളരെ വലിയൊരു മൂവ്മെൻറ്റ് നടത്തി. ആ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു, റെസിസ്റ്റൻറ്റിൽ പോയി തട്ടി തിരിച്ച് വന്ന് സപ്പോർട്ട്, നമ്മുടെ ട്രെൻഡ് ലൈനിൽ തട്ടിയില്ല, ആ ഒരു പൊസിഷനിലെത്തിയിട്ട് കയറിപ്പോയി വീണ്ടും റെസിസ്റ്റൻറ്റിൻ്റെ അവിടെ എത്തിയില്ല, അതിൻ്റെ അടുത്തെത്തിയിട്ട് വീണ്ടും താഴേക്ക് വന്നു. വീണ്ടും നമ്മുടെ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് പോയി. വീണ്ടും നേരത്തെ എടുത്ത ആ ഹൈ ബ്രേക്ക് ചെയ്യുകയോ അതിനെ ഒപ്പം എത്തുകയോ ചെയ്യാത്ത വീണ്ടും താഴേക്ക് വന്നു. അപ്പോഴെല്ലാം നിഫ്റ്റി ട്രെൻഡ് ലൈനിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് വീണ്ടും റെസിസ്റ്റൻറ്റിൽ തട്ടി. റെസിസ്റ്റൻ്റ് ഇതെപ്പോൾ ബ്രേക്ക് ചെയ്യുന്നതാണ് നോക്കിയിരിക്കുക. കുറേ നാളായിട്ട് നോക്കിയിരിക്കുകയാണ് നിഫ്റ്റി 11,000 ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ബ്രേക്ക് ചെയ്തില്ല, വീണ്ടും താഴേക്ക് വന്ന് ഒരു ദിവസം ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസം ഒരു വലിയ റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതായത് ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്യാതെ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. അടുത്ത ദിവസം നിഫ്റ്റി ഡൗൺ ട്രെൻഡായിരുന്നു. അതിനടുത്ത ദിവസം നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റാണ് കാഴ്ചവെച്ചത്. അതിനടുത്ത ദിവസവും ഓപ്പൺ ഹൈയും ക്ലോസ് ലോയും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി കയറിപ്പോകാൻ തുടങ്ങി. വീണ്ടും നിഫ്റ്റി കയറിപ്പോയിട്ട് വീണ്ടും റെസിസ്റ്റൻ്റ് തട്ടി ഇങ്ങനെ നിൽക്കുന്നു. ഈ പഴയ ട്രെൻഡ് ലൈൻ ഇനിയിപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പഴയ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ വന്നില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ നിഫ്റ്റിക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടന്നേനെ. പക്ഷേ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. അതുകൊണ്ട് തന്നെ താഴെ വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിഫ്റ്റി കയറിപ്പോയി. അതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു ലൈനിലാണ് നിഫ്റ്റി വന്നത്. ഏകദേശം 10,592, 10,600 എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. 10,600 ലെവലിൽ നിഫ്റ്റി വന്നിട്ട് വീണ്ടും നിഫ്റ്റി മുകളിലേക്ക് കയറിപ്പോയിക്കോണം. ഇപ്പം നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത സപ്പോർട്ട് ഏതാണ് എന്ന് നോക്കാം. ഈ 2 ദിവസമായിട്ട് നിഫ്റ്റി ഒരേ പോയിന്റിലാണ് ലോ കാണിച്ചിരിക്കുന്നത്. കളർ ബ്ലാക്ക്. 2 ദിവസമായിട്ട് നിഫ്റ്റി ലോ കാണിച്ചേക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇവിടെയാണ് നിഫ്റ്റി ലോ കാണിച്ചേക്കുന്നത് 10,818. നമുക്കതൊരു 10,800 കണക്ക് കൂട്ടാം. ഇത് നിഫ്റ്റിയുടെ പുതിയൊരു സപ്പോർട്ടാണ്. നിഫ്റ്റി നമുക്കറിയാം, ഇവിടെ ഒരു ലോ വന്നു. ഇത് ഏകദേശം 10,000 ആണ്. ഏകദേശം 10,000-ൻ്റെ ചുവടെയാണ്. 10,004 കണ്ടായിരുന്നു ലാസ്റ്റ് വന്നത്. നിഫ്റ്റി വന്നിട്ട് അവിടെ നിന്ന് ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു റെസിസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു 10,943. ഓക്കെ, എനിവേ അത് കഴിഞ്ഞ് അടുത്ത ഒരു ഡൗൺ എന്ന് പറയുന്നത് ഈ ഒരു ഡൗൺ 10,335 ഈ ഒരു ഡൗൺ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത് ഇറങ്ങി വന്ന ഒരു ഡൗൺ അല്ല, ഗ്യാപ്പ് ഡൗൺ ആയിട്ട് വന്നതാണ്.
അപ്പോൾ ആദ്യത്തെ സപ്പോർട്ട് 10,000 ആയിരുന്നു. പിന്നെ ഒരിക്കലും നിഫ്റ്റി 10,000-ലേക്ക് വന്നിട്ടില്ല. രണ്ടാമത് നിഫ്റ്റിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് 10,335 ആയിരുന്നു. പിന്നെ ഒരിക്കലും നിഫ്റ്റി ഈ ലെവലിലേക്ക് വന്നിട്ടില്ല. അടുത്ത നിഫ്റ്റിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. അത് 10,545 ആണ്. 10,545 ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ ഒരിക്കലും നിഫ്റ്റി ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അടുത്ത ഒരു സപ്പോർട്ട് എടുക്കുന്നത് 10,636-ലാണ്. 10,636-ൽ സപ്പോർട്ട് എടുത്ത നിഫ്റ്റി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുറച്ച് നേരം അതിൻ്റെ താഴെ നിന്നായിരുന്നു. ക്ലോസിങ്ങും ഓപ്പണിങ്ങും ഒന്നും അവിടെയല്ല. ഒരു ദിവസം കുറച്ച് നേരം ആ ഒരു സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് നിന്നിരുന്നു. അല്ലെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കുറച്ചൊന്ന് താഴേക്ക് പോയിട്ട് വീണ്ടും കയറി വരുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് അത് പക്കാ സപ്പോർട്ട് തന്നെയാണ്. അതായത് പുതിയ സപ്പോർട്ട് 10,643. ഇനിയും ഒരിക്കൽ കൂടി ഇവിടെ വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. മേ ബി വരാനുള്ള സാധ്യതയുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എനിവേ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പുതിയതായിട്ട് സപ്പോർട്ട് എടുത്തേക്കുന്നത് 10,800 സംതിങ്ങിലാണ്. 10,800 എന്ന് കൂട്ടാം. ഇന്നലത്തെ ലോയും ഇന്നത്തെ ലോയും 10,800 തന്നെയാണ്. ഇന്നലെ 10,800 ആയപ്പോൾ ഇത് നിഫ്റ്റി റീബൗൺസ് ചെയ്തു. അതുപോലെ തന്നെ ഇന്നും 10,800 ആയപ്പോൾ 10,810 അങ്ങനെ സംതിങ് ആണ്. ഓക്കെ, ആ ഒരു റേഞ്ച് വീണ്ടും നിഫ്റ്റി റീബൗൺസ് ചെയ്തു. സോ ഈ ഒരു പോയിൻ്റ് വളരെ സ്ട്രോങ് ആണ്. മേ ബി ഈ 10,800 ബ്രേക്ക് ചെയ്തില്ല എന്ന് വരാം. അതായത് നമുക്ക് ഈ കുറച്ച് കാലയളവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.5 മാസമായിട്ട് 1.5-2 മാസമായിട്ട് നിഫ്റ്റി അത് ക്രിയേറ്റ് ചെയ്യുന്ന ലോ ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അഥവാ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മാക്സിമം 2 ദിവസം, അത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് റീബൗൺസ് ചെയ്ത് മുകളിലേക്ക് വരും. ഇങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അതായത് എവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തോ അവിടെ എല്ലാം നിഫ്റ്റി വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ദിവസം നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം നിൽക്കുമായിരിക്കും. എന്ന് കഴിഞ്ഞിട്ട് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാവുന്നത്. ഈ ഒരു ലൈൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് 3 ലൈനാണ്. ഇത് മേജർ റെസിസ്റ്റൻറ്റ് 10,900, 11,000 എന്ന് കൂട്ടാം. മേജർ റെസിസ്റ്റൻറ്റ് 11,000. ഇത് ഡെയിലി സപ്പോർട്ട് ലൈനാണ് ഈ വരച്ചേക്കുന്നത്. ഈ ഡെയിലി സപ്പോർട്ട് ലൈൻ നമ്മുടെ ട്രെൻഡ് ലൈനുമായിട്ട് കറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത അതേ അവിടെ നമുക്കൊരു ക്രോസിംഗ് കാണാം. ട്രെൻഡ് ലൈനും ഡെയിലി സപ്പോർട്ട് ലൈനും ഇവിടെ ക്രോസ് ചെയ്തിരിക്കുന്നു. സോ ഇത് ഡെയിലി സപ്പോർട്ട് 10,800 എന്ന് കണക്ക് കൂട്ടാം. 10,800 2 ദിവസം വന്നിട്ടും നിഫ്റ്റി തിരിച്ച് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. മേ ബി ഈ 10,800 താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അഥവാ 10,800 താഴേക്ക് പോയാൽ എവിടെ വരെ പോകും നോക്കാം. ഓക്കെ, നമ്മൾ പുതിയൊരു ട്രെൻഡ് ലൈൻ വരച്ചു. ഇതാണ് ആ ട്രെൻഡ് ലൈൻ. ഇനി നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്യാനാണ് സാധ്യത. എങ്ങാനും നിഫ്റ്റി ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു പോയാൽ ഇതിന് മുമ്പത്തെ അനുഭവം അനുസരിച്ച് 1-2 ദിവസം ചിലപ്പോൾ താഴെ നിന്നേക്കാം. അത് കഴിഞ്ഞ് നിഫ്റ്റി മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെയെല്ലാം നിഫ്റ്റി മുകളിലേക്ക് കയറി പോകാതിരിക്കാനുള്ള മേജർ കാരണം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ്, അതുകൂടാതെ തന്നെ എലക്ഷൻ. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ചൈനയുടെയും US-ൻ്റെ കാര്യവും ഫെഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രെക്സിറ്റ്, ഇതെല്ലാം ഞാൻ വിടുന്നു. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം മേജറായിട്ടും ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് ഈ സപ്പോർട്ടിലെത്തും, ഈ റെസിസ്റ്റൻറ്റിലെത്തുമ്പോഴത്തേനും ഇൻവെസ്റ്റേഴ്സ് അവിടെ പാനിക്കാകും. പ്രോഫിറ്റിലുള്ളവരെല്ലാം വിറ്റ് മാറാൻ ശ്രമിക്കും. ഇവിടുന്ന് പുതിയതായിട്ട് ആരും ബൈ എൻട്രി എടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇനി ഇന്ത്യയുടെ മുന്നിലുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇലക്ഷനാണ്. പക്ഷേ ഇലക്ഷൻ എനിക്ക് തോന്നുന്നില്ല ഒരു വലിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇതിന് മുമ്പത്തെ ഇലക്ഷനെ നമ്മൾ കണ്ടതാണ്. റൂളിംഗ് പാർട്ടിക്ക് ലീഡ് കുറഞ്ഞിട്ടും സീറ്റ് കുറഞ്ഞിട്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അന്ന് നിഫ്റ്റി മുകളിലേക്കായിരുന്നു. അന്ന് പിന്നെ കണ്ടിന്യൂ ദിവസങ്ങളിൽ നിഫ്റ്റി മുകളിലേക്കായിരുന്നു. അപ്പോൾ ബജറ്റ് എന്നൊരു കടമ്പ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ആ ബജറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ബജറ്റ് നല്ല പോസിറ്റീവ് രീതിയിൽ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇനി മെയിൻ ഇലക്ഷനാണുള്ളത്. അത് മാർച്ചിലാണ്. മാർച്ച് ഏപ്രിൽ ആണ് ആ ഇലക്ഷൻ ഉള്ളത്. പക്ഷേ ഇപ്പോൾ സമയമുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി അങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ
നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള 11,000 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ അതിൻ്റെ ഒരു സപ്പോർട്ട് 10,800 ആയിട്ട് നിൽക്കും. അപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നിഫ്റ്റി വേണമെങ്കിൽ താഴേക്ക് വരാം. 10,900 പുതിയ സപ്പോർട്ട് ആകുന്നവരെ നിഫ്റ്റിക്ക് താഴേക്ക് ഒറ്റയടിക്ക് 10,200 പോയിൻറ്റ് സപ്പോർട്ട് അങ്ങനെ എടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. എനിവേ 11,000 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ 11,000 തന്നെ ആയിരിക്കും സപ്പോർട്ട് എന്ന് കരുതിയിരിക്കരുത്. കാരണം അതൊരു മേജർ സപ്പോർട്ട് ലെവലാകും ബ്രേക്ക് ചെയ്താൽ പോയാൽ പോലും. പക്ഷേ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു സപ്പോർട്ടുണ്ട്, 2 ദിവസത്തെങ്കിലും ചെറിയൊരു സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10,800 സപ്പോർട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 10,900 ആ റേഞ്ചിൽ പുതിയ ഒരു സപ്പോർട്ടും കൂടെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റെപ്പ് ആയിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നത് ഈ ഒരു ചാർട്ടിൽ.